നമസ്കാരം. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരള രാഷ്ട്രീയത്തിൽ വൻ ഭേദഗതികൾക്ക് വഴിതുറന്നിരിക്കുന്ന മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ കേൽക്കറുടെ പുതിയ നിയമനം കേവലം ഒരു ഉദ്യോഗസ്ഥ പുനഃസംഘടന എന്നതിനപ്പുറമായിട്ട് ഭരണ പ്രതിപക്ഷ ചേരികൾ തമ്മിലുള്ള അതിശക്തമായിട്ടുള്ള തത്വാധിഷ്ഠിതമായിട്ടുള്ള ഒരു പോരാട്ടമായി തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. നവകേരള നിർമ്മിതിക്കായിട്ട് ജനവിധി തേടി അധികാരത്തിലേറിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് ഈ മുതിർന്ന കേരള കേഡർ IAS ഉദ്യോഗസ്ഥനെ നിശ്ചയിച്ച നിമിഷം മുതൽ സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വേദികളിലുമൊക്കെ തന്നെ വിദ്വേഷത്തിൻ്റെയും വിമർശനത്തിൻ്റെയും വൻ അലകളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF മുന്നണിയെ വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേറ്റാനായിട്ട് അണിയറയിൽ ഒത്താശ ചെയ്തു കൊടുത്തതിനുള്ള പ്രത്യുപകാരവും ഉപകാരസ്മരണയുമാണ് ഈ പരമോന്നത പദവി കൈമാറ്റമെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം ആഞ്ഞടിക്കുമ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ ഇടനാഴികളിൽ ഇതൊരു സാധാരണ ഭരണപരമായിട്ടുള്ള നടപടിക്രമം മാത്രമാണെന്ന വാദവും ശക്തമാകുന്നുണ്ട്. ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യത കാത്തുസൂക്ഷിക്കേണ്ട ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരുന്ന വ്യക്തി തൊട്ടു പിന്നാലെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ വിശ്വസ്തനായിട്ട് മാറുന്നത് കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണോ അതോ സ്വാഭാവികമായിട്ടുള്ള സർവീസ് തുടർച്ചയാണോ എന്നതിനെ ചൊല്ലി ജനങ്ങൾക്കിടയിലും കടുത്ത വിയോജിപ്പുകളൊക്കെ തന്നെ ഇപ്പോൾ പുകയുന്നുണ്ട്. ഈ സങ്കീർണമായ വിവാദത്തിലേക്ക് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ മാനങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള കടന്നാക്രമണം ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ മുൻപ് BJP സർക്കാർ തങ്ങളുടെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ സംസ്ഥാനത്തിൻ്റെ പരമോന്നത ഉദ്യോഗസ്ഥ പദവിയായിട്ടുള്ള ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അവരോധിച്ചപ്പോൾ അതിനെതിരെ പാർലമെൻറ്റിനകത്തും പുറത്തും കടുത്ത ഭാഷയിൽ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയും AICC നേതൃത്വവും സമാനമായ സംഭവം ഇപ്പോൾ കേരളത്തിൽ വീണ്ടും ആവർത്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മൗനത്തിൻ്റെ വാഗ്മികത്തിൽ ഇപ്പോൾ ഒളിക്കുന്നതെന്നാണ് ഇടത് ക്യാമ്പ് ചോദ്യം ചെയ്യുന്നത്. ദേശീയ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ശക്തനായിട്ടുള്ള വക്താവ് KC വേണുഗോപാൽ പോലും ഇത് ഭരണ സംവിധാനത്തിൻ്റെ പ്രത്യേക അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് കൈകഴുകാനായിട്ട് ശ്രമിക്കുന്നത് രാഷ്ട്രീയ ഇരട്ടത്താപ്പിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്ന് MV ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കും. എന്നാൽ ഒരു സംസ്ഥാനത്തിൻ്റെ അധികാര ഘടനയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പശ്ചാത്തലവും കൃത്യമായി പഠിക്കാതെ വടക്കും തെക്കും തമ്മിൽ ദൂരവ്യാപകമായിട്ടുള്ള ഇത്തരം സമീകരണങ്ങളൊക്കെ തന്നെ നടത്തുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും രാഷ്ട്രീയ നേട്ടം കൊയ്യാനുമുള്ള തരം താണ ഒരു തന്ത്രമാണെന്ന് കോൺഗ്രസ് അനുകൂലികളും നിഷ്പക്ഷ നിരീക്ഷകരുമൊക്കെ തന്നെ ഒരേപോലെ വാദിക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അവിടെ അരങ്ങേറിയ തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണങ്ങളുമൊക്കെ തന്നെ പരിശോധിച്ചാൽ കേരളത്തിലെ നിലവിലെ സാഹചര്യവുമായിട്ടൊക്കെ തന്നെ അതിന് യാതൊരുവിധ സാദൃശ്യവുമില്ലെന്ന് വ്യക്തമാകും. ഭരണം നിലനിർത്താനും പിടിച്ചെടുക്കാനും ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും നിർദാക്ഷിണ്യം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ആക്ഷേപമുള്ള പശ്ചിമ ബംഗാളിൽ 1990 ബാച്ച് IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള മനോജ് കുമാർ അഗർവാൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന കാലയളവ് കടുത്ത വിവാദങ്ങളാൽ നിറഞ്ഞതായിരുന്നു. വോട്ടർ പട്ടിക പുതുക്കലിൻ്റെയും തീവ്ര പരിശോധനയുടെയും ഒക്കെ തന്നെ പേര് പറഞ്ഞ് 1 കോടിയോളം വരുന്ന വോട്ടർമാരെ, പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട പൗരന്മാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ആസൂത്രിതമായി തന്നെ വെട്ടിമാറ്റാൻ അഗർവാളിൻ്റെ നേതൃത്വത്തിൽ ശ്രമം നടന്നുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത്. ഈ വിഷയത്തിൽ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി നേരിട്ട് ഇടപെട്ടിട്ട് പോലും ഏതാണ്ട് 27 ലക്ഷത്തോളം യഥാർത്ഥ വോട്ടർമാർക്ക് തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാനായിട്ട് സാധിക്കാത്ത രീതിയിലുള്ള ജനാധിപത്യ ദംശനമാണ് അവിടെ അരങ്ങേറിയത്. അത്തരത്തിൽ BJPക്ക് വേണ്ടിയിട്ട് പരസ്യമായിട്ട് വിടുപണി ചെയ്യുകയും വോട്ട് ചോർച്ചയിലൂടെ ഭരണം പിടിക്കാനായിട്ട് നേതൃത്വം വഹിക്കുകയും ചെയ്ത ഒരു ഉദ്യോഗസ്ഥന് പ്രതിഫലമായിട്ട് ചീഫ് സെക്രട്ടറി പദവി നൽകിയതിനെയാണ് രാഹുൽ ഗാന്ധി എതിർത്തത്. ബംഗാളിലെ ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കറുത്ത അധ്യായത്തെ കേരളത്തിലെ സുതാര്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായിട്ട് താരതമ്യം ചെയ്യുന്നത് തികച്ചും അടിസ്ഥാനരഹിതവും അതോടൊപ്പം തന്നെ ബാലിശവുമാണെന്ന് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ പോലും ഇവിടെ അടിവരയിട്ട് പറയുകയാണ്. കേരളത്തിൽ രത്തൻ കേൽക്കർ എന്ന IAS ഉദ്യോഗസ്ഥൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് സേവനമനുഷ്ഠിച്ചപ്പോൾ വോട്ടർമാരെ വെട്ടിമാറ്റുന്നതിന് പകരം അർഹരായിട്ടുള്ള 7 ലക്ഷത്തിലധികം പുതിയ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി. അങ്ങനെ അത് കൂടുതൽ വിപുലവും അതോടൊപ്പം തന്നെ ജനാധിപത്യ പരമാക്കുകയുമാണ് ചെയ്തത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ തികച്ചും സുതാര്യമായി നടന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ഭരണകൂടത്തിൻ്റെ ഒരു തണലുമില്ലാതെ പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസ് സഖ്യം വൻ ഭൂരിപക്ഷത്തോടുകൂടി ജനവിധി നേടിയെങ്കിൽ അതിൽ ഒരു ഉദ്യോഗസ്ഥനെ എങ്ങനെയാണ് അവിഹിതമായിട്ട് ഇടപെടാനായിട്ട് സാധിക്കുക എന്നുള്ള ആ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. കേരള കേഡറിലെ വിശ്വസ്തനും നിഷ്പക്ഷനുമായിട്ടുള്ള ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ സേവനം അത് പുതുതായിട്ട് അധികാരമേറ്റ മുഖ്യമന്ത്രി തൻ്റെ ഭരണപരമായിട്ടുള്ള കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായിട്ട് പ്രയോജനപ്പെടുത്തുന്നു എന്നതിലപ്പുറമായിട്ട് ഇതിൽ യാതൊരു വിധത്തിലുമുള്ള നിഗൂഢതകളും ഒളിച്ചു വെച്ചിട്ടില്ല എന്നാണ് ഭരണാനുകൂലികളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് അല്പം പിറകോട്ട് സഞ്ചരിച്ചാൽ ഉദ്യോഗസ്ഥരെ തങ്ങളുടെ താല്പര്യത്തിന് അനുസരണം ഉന്നത പദവികളിലൊക്കെ തന്നെ നിയമിക്കുന്നത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ മുന്നണിക്കും പുത്തരിയല്ലെന്ന് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താകട്ടെ കേരളത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രാജസ്ഥാൻ സ്വദേശിയും അതോടൊപ്പം തന്നെ കേരള കാഡറുമായിട്ടുള്ള സീനിയർ IAS ഉദ്യോഗസ്ഥൻ ടിക്കാറാം മീണയുടെ കാര്യം അതുതന്നെ ഇവിടെ ഉത്തമ ഉദാഹരണം കൂടിയാണ്. ടിക്കാറാം മീണയുടെ കർശനമായിട്ടുള്ള മേൽനോട്ടത്തിൽ നടന്ന ആ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി ചരിത്രപരമായിട്ടുള്ള വൻ ഭൂരിപക്ഷത്തോടെയാണ് വീണ്ടും ഭരണ തുടർച്ച നേടിയത്. ആ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ടിക്കാറാം മീണയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയേണ്ടി വരും. എന്നാൽ ഭരണം ലഭിച്ചയുടൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തതാകട്ടെ ഇതേ ടിക്കാറാം മീണയെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് മാറ്റി നിയമിക്കുകയായിരുന്നു. അന്നാകട്ടെ ഇടതുപക്ഷ സർക്കാർ ചെയ്ത അത്തരം നിയമനങ്ങൾ ഭരണപരമായിട്ടുള്ള ഔചിത്യവും നിയമസാധുതയുള്ളതുമാണെങ്കിൽ ഇന്ന് UDF സർക്കാർ ചെയ്യുന്ന നിയമനങ്ങളെ മാത്രം എങ്ങനെയാണ് ഒരു വലിയ അപരാധമായിട്ട് ചിത്രീകരിക്കാനായിട്ട് കഴിയുക എന്നുള്ള ചോദ്യത്തിന് മറുപടി നൽകാനായിട്ട് പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ഈ സുപ്രധാന നിയമനത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ആഭ്യന്തര ഭിന്നതകളും കലഹങ്ങളുമൊക്കെ തന്നെ അതൃപ്തികളുമൊക്കെ തന്നെ പുകയുന്നുണ്ടെന്നാണ് MV ഗോവിന്ദനെ പോലെ ഉൾപ്പെടെയുള്ള ഇടതു നേതാക്കളൊക്കെ തന്നെ ആവർത്തിച്ച് ആരോപിക്കുന്നത്. മുന്നണിയിലെ പല പ്രമുഖ വകുപ്പ് മന്ത്രിമാരോ ഘടകകക്ഷി നേതാക്കളോ പോലും അറിയാതെ തികച്ചും രഹസ്യമായിട്ടും അതോടൊപ്പം തന്നെ ധൃതി പിടിച്ചുമാണ് മുഖ്യമന്ത്രി ഈ ഉത്തരവിൽ ഒപ്പുവെച്ചതെന്നും ഇതിന് പിന്നിൽ ജനങ്ങൾ അറിയാത്ത വലിയൊരു രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടും ഒരു രഹസ്യ ഡീലും ഉണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഞായറാഴ്ച ദിവസം പോലുമുള്ള അവധി ദിനങ്ങൾ വകവയ്ക്കാതെ ഇത്രയധികം തിരക്കിട്ട് ചാർജ് എടുക്കാൻ അവസരമൊരുക്കിയതിന് പിന്നിൽ വരും ദിവസങ്ങളിൽ പുറത്തു വരാനിരിക്കുന്ന വലിയ അഴിമതി കഥകളുടെ തുടക്കമാണെന്നാണ് CPM വാദിക്കുന്നത്. ഈ വിവാദ കൊടുങ്കാറ്റിൽ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ തന്നെ ഇരുവശത്തു നിന്നും ശക്തമായി തുടരുമ്പോഴും ഭരണപരമായിട്ടുള്ള സുതാര്യതയും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഇപ്പോഴത്തെ ഭരണകൂടത്തിനുണ്ടെന്നും ഏതായാലും വരും ദിവസങ്ങളിൽ പുറത്തു വരുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇതിലെ യഥാർത്ഥ നിഗൂഢതകളൊക്കെ തന്നെ വെളിപ്പെടുകയുള്ളൂ എന്നും രാഷ്ട്രീയ കേരളം വിലയിരുത്തുകയാണ്.